കംപ്ലീറ്റ് ഡേ ഷൂട്ട് ചെയ്തിട്ട്. എപ്പോഴും ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുമ്പോൾ പാതി വെച്ച് നിന്ന് പോകാറാണ് പതിവ്. എൻ്റെ വ്ളോഗ്സ് കാണുന്ന കുറേ പേര് പറയുന്നൊരു കാര്യമാണ് ഹാലാനെയും കൂടെ കൂടുതൽ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ, അതുപോലെ ഹാലയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹാലയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഒരുപോലെ തന്നെയാണ്. കാരണം ഞങ്ങൾ മാത്രമാണ് ഫ്ലാറ്റിലുള്ളത് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ആയിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ രാവിലെ തുടങ്ങി നമ്മൾ നാട്ടിലല്ലാത്തത് കൊണ്ടും പുറത്ത് കുട്ടികളായിട്ടുള്ള കളിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എപ്പോഴും കിട്ടുന്നില്ലാത്തതുകൊണ്ടും എപ്പോഴും റൂമിൻ്റെ ഉള്ളിലായിരിക്കും. ഒന്നെങ്കിൽ ടി വി, ടോയ്സ് അങ്ങനെയൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. പക്ഷേ ഇന്നെന്തായാലും എൻ്റെ വീഡിയോയിൽ ഞാൻ കൂടുതൽ അവളെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ വ്ളോഗ്സ് കാണാൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമാവും. സോ വിതൗട്ട് എനി ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. എനിക്കറിയാം നിങ്ങളിനിപ്പോൾ പറഞ്ഞു മടുത്ത് കാണും കുറേ പേരൊക്കെ സ്കിൻ കെയർ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട്. എൻ്റെ കയ്യിൽ എൻ്റെ ക്ലെൻസർ തീർന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ എൻ്റെ കയ്യിലുള്ള ക്ലെൻസർ കഴിഞ്ഞു. അപ്പോൾ ഞാൻ നോർമലൊരു ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ക്ലെൻസർ ഓർഡർ ചെയ്തിട്ട് അതും കൂടെ വന്നിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു, എൻ്റെ ഒരു കംപ്ലീറ്റ് സ്കിൻ കെയർ. പിന്നെ നിങ്ങൾക്ക് ഈ ചാനലിൽ ഏത് ടൈപ്പ് വീഡിയോസാണ് കൂടുതൽ കാണാൻ ഇഷ്ടം എന്നൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുകയാണെങ്കിൽ നമുക്കതുപോലെ ചെയ്യാൻ ശ്രമിക്കാം. കാരണം എപ്പോഴും ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ ഏതെങ്കിലും പുതിയ കണ്ടൻറ് ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. നേരത്തേക്ക് ഹാലാനെയും കൊണ്ട് എപ്പോഴും പുറത്തു പോയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇച്ചിരി കുറച്ചൊക്കെയാണ്, വേറൊന്നുമല്ല. ഇപ്പോൾ കുറച്ച് വാശി കൂടുതലുണ്ട്. പിന്നെ പ്രായത്തിൻ്റെ ആണ്, സമ്മതിക്കാം. എന്നാലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി കരഞ്ഞിട്ടാണ് വരുള്ളൂ. പക്ഷേ ആൾ വീട്ടിൽ ഇരിക്കുമ്പോൾ ഭയങ്കര ഡീസൻ്റാണ് കേട്ടോ. ഇത്രയും നല്ലൊരു കുട്ടിയില്ല. കാരണം ഇപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരാനാണെങ്കിലും ഇപ്പോൾ ഞാൻ നല്ല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവളെല്ലാം അനുസരിക്കും, അങ്ങനെയൊക്കെ പോകും. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആരും വേണ്ട, ആ ഒരു ലോകത്തിൽ അവളിങ്ങനെ നടക്കും. പിന്നെ ഇത് ഹോം ബോക്സിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു 3 സീറ്റ് സോഫയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ സോഫ കവർ വാങ്ങിച്ചിട്ടില്ല, അതുകൊണ്ട് ജസ്റ്റ് എൻ്റെ ഒരു ബ്ലാങ്കറ്റ് ഞാൻ ഇടുന്നതാണ്. കാരണം ഹാല കൂടുതലും ഫുഡൊക്കെ കഴിക്കുന്നത് അവിടെ ഇരുന്നിട്ടാണ്. Okay. അപ്പോൾ രാവിലെ തന്നെ ഹാലാനെ ബ്രഷ് ചെയ്ത് കൊടുത്തു, ഡ്രസ്സൊക്കെ മാറ്റി ടി വി കാണാൻ വേണ്ടിയിട്ട് അവൾ ഇരിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നറിയില്ല വീഡിയോ കണ്ടപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് അവൾക്ക് പേസ്റ്റും ബ്രഷും യൂസ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, അവൾ സമ്മതിക്കാത്തത് കൊണ്ടാണ്. ആദ്യമൊക്കെ അവൾക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഒരു ടൈമിൽ ഇങ്ങനെ പേസ്റ്റ് യൂസ് ചെയ്തപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ആ പേസ്റ്റിൻ്റെ ഒരു ടേസ്റ്റ് വായിലൊക്കെ പോയി. അപ്പോൾ ഭയങ്കരമായിട്ട് കരഞ്ഞ് അന്ന് തൊട്ട് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഉമ്മിക്കരിയാണത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ അവളെ ബ്രഷ് ചെയ്യിപ്പിക്കുക. കാരണം അത് നല്ലതാണ്. പിന്നെ കുറച്ചും കൂടെ കഴിയുമ്പോൾ അവൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാനുള്ള സമയമാകുമ്പോൾ ബ്രഷും പേസ്റ്റൊക്കെ യൂസ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സാണ് കഴിക്കുന്നത്, വേറൊന്നുമല്ല. കുറച്ച് ഓറഞ്ചും പേരയ്ക്ക പിന്നെ ബനാനയൊക്കെ. ഈ ഓറഞ്ച് അത്ര നല്ലതല്ല രാവിലെ കഴിക്കാമെന്ന് ഇന്നലെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരാളെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിട്ടോ. രാവിലെ തന്നെ ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ ആസിഡിറ്റി ഒക്കെ വരുമെന്ന്. പിന്നെ ഹാല അങ്ങനെ കഴിക്കില്ല ഓറഞ്ച്. ഹാലക്ക് നമുക്ക് ബനാനയും അതുപോലെ തന്നെ പേരയ്ക്കയും കൊടുക്കാം.
ഗ്രോസറീസ് ഇന്ന് ബില്ല് വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇത്ര ദിവസമായി ഇവിടെ വന്നിട്ട് ഇതുവരെ കുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല. കുറേ പുറത്തുനിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഹാലാക്ക് ഫ്രൂട്ട്സൊക്കെ ഇഷ്ടമായതുകൊണ്ട്, ഫ്രൂട്ട്സ് ഇഷ്ടമായതുകൊണ്ടെന്നല്ല, അവൾക്ക് ഫ്രൂട്ട്സേ ഇഷ്ടമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവളുടെ കാര്യം അങ്ങനെയൊക്കെ കഴിഞ്ഞു പോകും. പിന്നെ നമ്മൾ പുറത്തുനിന്ന് കഴിച്ച മടുത്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇന്നോടുകൂടി പുറത്തുനിന്ന് കഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാമെന്നിങ്ങനെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഒന്നിനോടും ഒരു ആഗ്രഹമില്ലാത്ത പോലെയായി. കാരണം കൂടുതലും ഫുഡ് ഇങ്ങനെ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ നമുക്കൊന്നും കഴിക്കാൻ തോന്നില്ലാത്തൊരവസ്ഥയാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും ഒന്ന് മാറ്റണം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്ന് ഫുഡ് കഴിച്ചു. അതിനുശേഷം ഹാലാനെ ഒന്ന് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ ഇനി ഹാല കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. ഒരു 1:30-2 മണി സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഹാല ഒന്ന് ഉറങ്ങുന്നത്. അപ്പോൾ കറക്റ്റ് ടൈമിൽ ഉറങ്ങിയാൽ രാത്രി കുറച്ച് നേരത്തെ അവൾ ഉറങ്ങിക്കോളും. ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും വലിയ ഗ്രോസറിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരമാണ് കേട്ടോ ഇന്ന് ഉറങ്ങിയുള്ളൂ. വേറൊന്നും അല്ല, കൂടുതൽ ടൈം നമ്മളിങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങില്ല. രാത്രി ഉറക്കമില്ലാതെ ഇങ്ങനെ കണ്ണ് തുറന്ന് ഇങ്ങനെ ഇരിക്കും. ഫോൺ നോക്കാൻ പോലും മടിയായിരിക്കും. കാരണം നമ്മൾ രാവിലെ തുടങ്ങി ഫോൺ നോക്കുന്നതുകൊണ്ട് അത് ബോറടിക്കും ഒബ്വിയസ്ലി. പിന്നെ ഹാല ഉറങ്ങും, ബില്ല് ഉറങ്ങും, എല്ലാവരും ഉറങ്ങണം കാണുമ്പോൾ ഒരു കൊതി ഉണ്ടാവും. എനിക്ക് ഉറങ്ങാനേ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഞാൻ ഉറങ്ങാറില്ല. പക്ഷെ ചില ദിവസങ്ങളിലൊക്കെ നല്ല ടയേർഡായിരിക്കും. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് ഉറങ്ങിയിട്ട് എഴുന്നേക്കും. ഈ സ്പൈസ് ജാർസൊക്കെ ഞാൻ ഐക്യന്ന് വാങ്ങിച്ചിട്ടല്ല എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നമുക്കിതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ആദ്യം എടുത്ത് വയ്ക്കാം. അപ്പോൾ ചെറിയ ചെറിയ പണികളൊക്കെ ഇങ്ങനെ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുപാടാവും. പിന്നെ കഴിഞ്ഞ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ എന്നോട് ഒരുപാട് പേര് പറഞ്ഞു ഹോം ടൂർ ചെയ്യണമെന്ന്. അപ്പോൾ അതെന്തായാലും ഞാൻ ചെയ്യാം. കാരണം നിങ്ങളെല്ലാവരും കൂടുതൽ പേരും എന്നോട് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ചോദിക്കുന്നതാണ് ഹോം ടൂർ. പക്ഷേ എനിക്കൊരു നെക്സ്റ്റ് വീക്കോടുകൂടിയാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഇനിയും കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തൊരു ഫൈനൽ ലുക്കാണ് എനിക്ക് നിങ്ങളെ കാണിച്ചു തരേണ്ടത്. പിന്നെ ഈ കണ്ടെയ്നേഴ്സൊക്കെ ഐക്യന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ നമുക്കിവിടെ ചെറിയൊരു ഫാമിലിക്കൊക്കെ നമ്മൾ ഇത്രയൊക്കെ ഫുഡൊക്കെയാണ് കഴിക്കുന്നുള്ളൂ. അപ്പോൾ റൈസൊക്കെ ഇട്ട് വയ്ക്കാനും ഷുഗർ ഇട്ട് വയ്ക്കാനും എല്ലാത്തിനും നല്ലതാണ്. അതുപോലെ തന്നെ ഈ സ്പൈസ് ജാർസും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സ്പൈസ് ജാർസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റിയിട്ട് ഇതിലേക്ക് മാറ്റി വെച്ചു. അതിനുശേഷം ഈ ഒരു കോർണർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സെറ്റ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമായില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് ചെറുതായിട്ടൊന്നുകൂടെ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. വേറൊന്നുമല്ല, സ്പൈസ് ജാർസൊക്കെ അവിടെ വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞ് ഞാൻ ഫ്രഷായി ഒന്ന് കുറച്ച് നേരം ഖുറാനൊക്കെ ഓതി ഇങ്ങനെ ഇരുന്നു. പിന്നെ ഇത് ഐക്യന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ക്യാൻഡിൽ ഹോൾഡറാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. അതിലൊന്ന് ക്യാൻഡിൽസൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. അതിൽ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. അപ്പം ഞാൻ അതൊന്ന് സെറ്റ് ചെയ്തൊക്കെ വെച്ചു. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. ഫുഡൊക്കെ കഴിച്ചതിൻ്റെ വ്ളോഗ് ഞാൻ എടുത്തില്ല, മറന്നു പോയതാണ്. അതിനുശേഷം ഹാലാനെ കൂട്ടി റൂമിൽ വന്നു. ബില്ല് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കിടക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇവിടെ കഴിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കിനി കാണാം. അണ്ടിൽ ദെൻ